പേര് അഫ്ന ജസ്മി. ഞാൻ ഗണപതി സ്കൂളിലെ SPC സ്റ്റുഡൻ്റാണ്. ഇങ്ങനെ ഈ സ്നേഹതീരം പോലുള്ള ഭവനങ്ങൾ നമ്മൾ ഓരോ കുട്ടികളും സന്ദർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ ഓരോ മാതാപിതാക്കളും അനുഭവിക്കുന്ന സങ്കടങ്ങളും അവരുടെ എന്താ പറയുക പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്കാണ് വരുന്നത്. അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കണം എന്നൊരു മനസ്സ് കാണിക്കണം. അതേപോലെ ഒരുപാട് നമ്മളെ ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇതേപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന്. घर से निकलते कुछ दूर चलते. എൻ്റെ പേര് പരമോഹൻ. ഞാൻ വരുന്നത് ഫറൂഖ് ഗണപതി സ്കൂളിലാണ്. ഞങ്ങളിവിടെ SPCൻ്റെ ഭാഗമായിട്ട് സ്നേഹതീരം സന്ദർശിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം മക്കളുണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയവരുടെ വേദനയും കാര്യങ്ങളും അറിയാൻ പറ്റി. നമ്മൾ കണ്ട ഒരു ലോകത്തു നിന്ന് വേറിട്ടൊരു ലോകം ഉണ്ട് എന്നുള്ളത് ഒന്നും കൂടി മനസ്സിലായി. പിന്നെ ഇത് ഞങ്ങൾ ഒരു SPC കേഡറ്റുകൾ മാത്രമല്ല ഇത് സന്ദർശിക്കേണ്ടത്, സാധാരണ കുട്ടികളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലണം. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവാൻ ഇടയാകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് SPCൻ്റെ ഭാഗത്തുനിന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും നന്ദി പറയുന്നു. रहती है दिल में मेरे कैसे बताऊं उसे. സ്നേഹതീരം എന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറേ സ്നേഹനിധികളായ അപ്പൂപ്പന്മാരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചു. ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത് നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ ഇവിടെയുള്ള സ്നേഹതീരം എന്ന ഈ ഭവനത്തിലേക്ക് എല്ലാവരുടെയും ഈ സംഘടനയെ എല്ലാവരോടും ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം മാറ്റി നിർത്തപ്പെട്ടവരെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതുപോലെ നമ്മുടെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരെ ഇങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് സംഘടനകൾ ഇനിയും ഉണ്ടാവട്ടെ. कितनी ही शामें मेरी देखे कभी वो जो मुझे खुशबू में इतने नहीं. मैंने तरीके सौ आज़माए जाके उसे ना कुछ बोल पाए. बैठे रात भर जो पास जाता हूँ सब भूल जाता हूँ. मिलती है जब ये नजर घर से निकलते. ഫറൂഖ് ഗവൺമെൻറ് ഗണപതി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കാഡറ്റ്സിനെയും കൊണ്ട് സ്നേഹതീരം വൃദ്ധസദനം സന്ദർശിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കും കുട്ടികൾക്കും. എല്ലാവരും കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെട്ട അല്ലെങ്കിൽ അബാൻഡൻഡായ പ്രായമായവരെ ഇവർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നും അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നും ഇവിടെയുള്ള ഈ ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഒരു സ്നേഹമസൃണമായ ഒരു ജീവിതം അല്ലെങ്കിൽ എല്ലാവരുടെയും സ്നേഹത്തണലിൽ ഈ തീരത്ത് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ വളരെ സന്തോഷകരമായിട്ടാണ് ഈ ഒരു സന്ദർശനം തോന്നുന്നത്. എനിക്ക് ഇന്ന് നല്ലൊരു ദിവസമായിട്ടാണ് എനിക്കിത് മാറിയത്. നമ്മൾ ഓരോരുത്തരും, ഞാൻ അധ്യാപികയാണ്, നമ്മൾ സ്കൂളുകളിൽ ഓരോ വിദ്യാർത്ഥികളുടെ ഇടയിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു നല്ല അല്ലെങ്കിൽ കരുണ, സ്നേഹം എന്നിവ പാവപ്പെട്ടവരോടും പ്രായമായവരോടും വരുന്നതിന് അല്ലെങ്കിൽ അവരിൽ അത് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കണം ജീവിതത്തിൽ ഒരിക്കൽ. അല്ലെങ്കിൽ അവർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ഭാവിയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ലോകം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. घर से निकलते कुछ दूर चल. സഹായവും നൽകേണ്ട കാലഘട്ടമാണ് അവർക്ക്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വന്ന് സന്ദർശിക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന സന്തോഷവും നിങ്ങൾ അവർക്ക് നൽകുന്ന സഹായവും വളരെ വലുതാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, അതായത് പോലീസ് സേനയിൽ
ചെറിയ അംഗമായ നിങ്ങൾക്ക് पहली दफा मैंने जब उसको देखा था सांसें गई ये ठहर रहती है दिल में